അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്നുവെന്ന് സ്റ്റാർ മാജിക് ഡയറക്ടറായിരുന്ന അനൂപ് ജോൺ. സ്റ്റാർ മാജിക്കിൽ സുധിച്ചേട്ടൻ ഒരു അലങ്കാരമായിരുന്നു. സുധിച്ചേട്ടൻ പോയതിനു ശേഷം സ്റ്റാർ മാജിക് കാണുന്നത് നിർത്തിയെന്നൊക്കെ ഒരുപാട് പേർ ഇപ്പോൾ പറയാറുണ്ട്. എന്നാൽ അദ്ദേഹം വന്ന എപ്പിസോഡുകളിൽ പച്ചയ്ക്ക് ചീത്ത വിളിച്ച ഇഷ്ടം പോലെ ആളുകളുമുണ്ട്. എന്തിനാണ് ഇയാളെ അവിടെ കൊണ്ടിരുത്തുന്നത്, ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെയായിരുന്നു ചില കമന്റുകളെന്നും അദ്ദേഹം പറയുന്നു. സുധിച്ചേട്ടൻ തന്നെ സ്റ്റേജിൽ ഒന്നും മിണ്ടാത്ത അവസ്ഥയിലായി പോയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കോമഡികളൊന്നും മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്നില്ല. ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ കോമഡി പറയാനല്ല സുധിച്ചേട്ടനെ അവിടെ കൊണ്ടിരുത്തിയത്, ആ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നോ അങ്ങനെ പ്രതികരിക്കാനാണ് എന്നായിരുന്നു എൻ്റെ മറുപടി. കൊല്ലം സുധിയെപ്പോലെ ശരീരഭാഷയുള്ള ഒരു കൊമേഡിയൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതു വേഷവും പുള്ളിയുടെ കൈകളിൽ നിൽക്കും. ഫ്ലെക്സിബിലിറ്റി നല്ല രീതിയിലുണ്ട്. മരിച്ചപ്പോഴാണ് സുധിച്ചേട്ടൻ ഇത്രയധികം ആരാധകർ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സ്റ്റാർ മാജിക് നിർത്തിയിട്ട് കുറേ മാസങ്ങളായെങ്കിലും ഇപ്പോഴും ആ പരിപാടി നിർത്തിയതായി തോന്നുന്നില്ല. ആര് കണ്ടാലും ഇപ്പോൾ ചോദിക്കുന്നത് എപ്പോഴാണ് വീണ്ടും പരിപാടി തുടങ്ങുന്നത് എന്നാണെന്നും അനൂപ് പറയുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു കറിയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ സ്ഥിരം കഴിക്കുന്ന ആൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് സ്റ്റാർ മാജിക്കിലെ സുധിച്ചേട്ടന്റെ കുറവ്. സ്റ്റാർ മാജിക്കിന്റെ ഏകദേശം എല്ലാ എപ്പിസോഡിലും സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മാറി വന്നിട്ടുണ്ട്. സുധിച്ചേട്ടന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തോട് വെറുതെ ആണെങ്കിലും ഒന്ന് വന്നിരിക്കാൻ പറയും. അതൊരു പോസിറ്റീവാണെന്ന് പറയും. സുധിക്ക് അപകടം പറ്റിയ സമയത്ത് കിച്ചുവാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. കിച്ചുവിനെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും അച്ഛനുമായി അറ്റാച്ച്ഡ് ആയിരുന്നു അവൻ. ഷൂട്ടിന് വരുമ്പോൾ മിക്ക സമയത്തും ഒപ്പം കിച്ചു ഉണ്ടാകും. ഇനി ഞാൻ എന്തു ചെയ്യും ചേട്ടാ എന്ന് ചോദിച്ച് അവൻ സംസാരിക്കുന്നുണ്ട്. പലതിനും മറുപടിയില്ല. കമ്പനിയുടെ ഒരു പരിപാടിക്ക് വിട്ടതിനാൽ അതിൻ്റെ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അത് എത്രത്തോളം വേദന നിറഞ്ഞതാണെന്ന് മനസ്സിലാകുകയുമുള്ളൂ. ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന സംഭവമാണത്. പിന്നെ ഒരുപാട് പേർ വന്നു. മോർച്ചറിയിൽ കയറിയാണ് ഞാൻ സുധിച്ചേട്ടനെ കണ്ടത്. 2 ദിവസം മുമ്പ് കണ്ട ആൾ അതേപോലെ കിടക്കുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. വിനീഷേട്ടനാണ് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ആ സിറ്റുവേഷൻ കണ്ണിലുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും ഒരാൾ പോയ തോന്നലായിരുന്നു. അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നുവെന്നും അനൂപ് പറയുന്നു. രേണുവിനെയും മക്കളെയും പറ്റാവുന്നിടത്തോളം സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ഫാൻസ് അസോസിയേഷനുകളുമുണ്ട്, അവരും സഹായിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തുവെന്ന് ഇപ്പോൾ പറയുന്നില്ല, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അതേ തന്നെ മറുവശത്ത് എന്തുകൊണ്ട് സുധിച്ചേട്ടൻ ഇത്രയും വലിയ പൈസ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. കൊല്ലം സുധിയുടെ പരിപാടി കാണാനായി സൈക്കിൾ ചവിട്ടിപ്പോയ കഥ സുരാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും തിളങ്ങി നിന്ന വ്യക്തിയാണ് അദ്ദേഹം. സഞ്ചരിക്കാത്ത കാര്യങ്ങളില്ല. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് സുധിച്ചേട്ടൻ സാമ്പത്തികമായി ഈ ഒരു അവസ്ഥയിലെത്തിയതെന്ന് ഞാൻ ആലോചിക്കുമെന്നും അനൂപ് പറഞ്ഞു.